മനുവിന്റെയും ബാലാമണിയുടെയും വിവാഹം നടക്കുകയും തനിക്ക് പിന്തുണ നൽകിയിരുന്നത് ഗുരുവായൂരപ്പനായിരുന്നുവെന്ന് ബാലാമണി മനസ്സിലാക്കുകയും ചെയ്യുന്നതോടെ നന്ദനം എന്ന സിനിമ അവസാനിക്കുന്നു. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കപ്പുറം ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ബാലാമണിയും മനുവും ഇപ്പോൾ അമേരിക്കയിലാണ്. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ സ്ഥിരതാമസമാക്കിയ അവരിപ്പോൾ 25 വർഷത്തിലേറെയായി സന്തോഷകരമായ ദാമ്പത്യമാണ് നയിക്കുന്നത്. മനു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ബാലാമണി ഇന്നും പഴയ ബാലാമണിയാണ്. എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്ന, ലാളിത്യവും ഭക്തിയും കൈവിടാത്ത ഒരു പഴയ ബാലാമണി. നല്ലൊരു കുടുംബിനി. അവർക്കൊരു മകളുണ്ട്, ദേവനന്ദ. അമേരിക്കയിൽ ജനിച്ചു വളർന്നെങ്കിലും ഭക്തിയും ഗുരുവായൂരപ്പനോടുള്ള അടുപ്പവും എല്ലാം ബാലാമണി അവളിൽ ആവശ്യത്തിലേറെ വളർത്തിയെടുത്തിട്ടുണ്ട്. ബാലാമണിയുടെ സഹോദരിമാരെ എല്ലാം പഠിപ്പിച്ച് അവർക്ക് ജോലി നേടിക്കൊടുത്തതും അവരെ വിവാഹം കഴിപ്പിച്ചതുമെല്ലാം മനുവാണ്. അവരെല്ലാം ഇന്ന് കുടുംബസമേതം അമേരിക്കയിൽ തന്നെയാണ്. ഇത്തവണ വേനലവധിക്കാണ് ബാലാമണിയും മനുവും ദേവനന്ദയും നാട്ടിലേക്ക് എത്തുന്നത്. അമ്പലപ്പാട്ട് തറവാടിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. ഉണ്ണിയമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഉണ്ണിയമ്മ മാത്രമല്ല, വേശാമണി അമ്മാളും കേശവൻ നായരും ഒന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കുടുംബം നോക്കുന്നത് ഇപ്പോൾ തങ്കമാണ്. തങ്കത്തിന്റെ കൂട്ടുകാരി ജാനകി ഇപ്പോൾ ടൗണിലാണ് താമസം. ജാനകിയുടെ മകൻ ഉണ്ണിയും അയാളുടെ ഭാര്യ അശ്വതിയും അവരുടെ മകൻ അഖിലും അടങ്ങുന്നതാണ് അവരുടെ കുടുംബം. അമേരിക്കയിൽ സെറ്റിൽഡായ ജാനകിയും ഉണ്ണിയും കുടുംബവും എല്ലാം ഇപ്പോൾ നാട്ടിലുണ്ട്. ഉണ്ണിയമ്മയുടെ മരണശേഷം ബാലൻ പഴയതുപോലൊന്നും അമ്പലപ്പാട്ടേക്ക് വരാറില്ലായിരുന്നു. അത് തങ്കത്തോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നുമല്ല. ഏത് കാലത്തായാലും ശരി, താൻ കാരണം തങ്കത്തിനൊരു ചീത്തപ്പേര് വരരുത് എന്നയാൾ ആഗ്രഹിച്ചത് കൊണ്ടാണ്. ഏതായാലും ഇത്തവണ നാട്ടിൽ വന്ന മനുവും ബാലാമണിയും ദേവനന്ദയും മിനിമം 1-2 മാസമെങ്കിലും അവിടെ തന്നെ ഉണ്ടാകും. നാട്ടിലെത്തിയതിൽ പിന്നെ ബാലാമണിയും മനുവും തങ്കവും ദേവനന്ദയും ഇടയ്ക്കൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. പോകുമ്പോഴൊക്കെ ബാലാമണി ആ പഴയ ഗുരുവായൂരപ്പന്റെ മുഖം അവിടെ ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കും. പക്ഷേ ഒരിക്കലും അവൾക്ക് ഗുരുവായൂരപ്പനെ വീണ്ടും അവിടെ കാണാൻ പറ്റിയിട്ടില്ല. അതിന് ദിവസവും അവൾ മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനോട് പരാതി പറയാറുമുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം തങ്കത്തിന്റെ സഹോദരനായ ഭാസ്കരന്റെ വീട്ടിൽ പോകേണ്ടി വന്നതിനാൽ തങ്കവും ബാലാമണിയും മനുവും ആ വഴിക്ക് പോകുന്നു. അങ്ങനെ അന്ന് ക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് പോയി തൊഴുതു വരുന്ന ദേവനന്ദ അവിടെ വെച്ച് യാദൃശ്ചികമായി ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. അമ്പലത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ട ഒരു വൃദ്ധനെ സഹായിക്കുവാനായി അവൾ ഓടിയെത്തിയപ്പോഴാണ് അതേ മനോഭാവമുള്ള അഖിലിനെ അവൾ അവിടെ വെച്ച് കാണുന്നത്. അവനും ആ വൃദ്ധനെ സഹായിക്കാൻ വന്നതാണ്. അങ്ങനെ ദേവനന്ദയും അഖിലും ഒരുമിച്ചാണ് അയാളെ സഹായിക്കുന്നത്. അയാളെ ഒരുമിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്ന ഇരുവരും അവിടെ വെച്ച് പരസ്പരം പരിചയപ്പെടുന്നു. നാട്ടിൽ വല്ലപ്പോഴുമൊക്കെ മാത്രം വന്നു പരിചയമുള്ള അഖിലിന് സത്യത്തിൽ ആ ഹോസ്പിറ്റലും പരിസരവും എല്ലാം തീർത്തും അപരിചിതമായിരുന്നു. ദേവനന്ദയുടെ സഹായത്തോടെയാണ് അയാൾ ആ വൃദ്ധന്റെ കാര്യമെല്ലാം ശരിയാക്കിയത്. നിസാര പരുക്കുകളോടെ ആ വൃദ്ധൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഇരുവരും അമേരിക്കക്കാർ കൂടിയാണെന്ന് അറിഞ്ഞതോടെ ദേവനന്ദയും അഖിലും തമ്മിൽ കൂടുതൽ സൗഹൃദമാകുന്നു. അതിനുശേഷം ഇടയ്ക്കിടെ അവർ ഗുരുവായൂർ ടൗണിലും മറ്റും വെച്ച് കാണാൻ തുടങ്ങി. പക്ഷേ ദേവനന്ദ ഇതുവരെ അഖിലിന്റെ കാര്യം ബാലാമണിയോടോ മനുവിനോടോ പറഞ്ഞിട്ടുമില്ല. ഒരു ദിവസം ദേവനന്ദയ്ക്ക് സ്വയം ഒരു സംശയം തോന്നി, താൻ അഖിലിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. പിറ്റേന്ന് ആരും അറിയാതെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നടക്കാനിറങ്ങിയ ദേവനന്ദ ക്ഷേത്രക്കുളത്തിനരികിൽ വെച്ച് അഖിലിനെ കാണുന്നു. അവൾ തന്നെയാണ് അവനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. തന്റെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയാനാണ് അവൾ അവനെ വിളിച്ചു വരുത്തിയത്. പക്ഷെ അത് തുറന്നു പറയാൻ അവൾ മടിച്ചു നിൽക്കുമ്പോഴാണ് അവിടേക്ക് അന്ന് ആ അപകടത്തിൽപ്പെട്ട വൃദ്ധൻ വീണ്ടും വരുന്നത്. അയാൾ ഇരുവരെയും അല്പനേരം നോക്കിയ ശേഷം ഒന്നു മാത്രം പറയുന്നു, ഹൃദയം തിരിച്ചറിഞ്ഞവരെ ബന്ധിപ്പിക്കാൻ വിധിക്ക് അധികം സമയമൊന്നും വേണ്ട എന്ന്. അതും പറഞ്ഞ് അയാൾ നടന്നുപോയി. സത്യത്തിൽ അയാൾ ആരാണെന്നോ അയാൾ ഇപ്പോൾ എവിടെന്ന് വന്നെന്നോ ഒന്നും അവർക്കറിയില്ലായിരുന്നു. പക്ഷെ ഒന്ന് മാത്രം അവർ അപ്പോൾ തിരിച്ചറിഞ്ഞു, തങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്ന്, തങ്ങൾ ജീവിതത്തിൽ ഒന്നിക്കേണ്ടവരാണെന്ന്. അതുകൊണ്ട് തന്നെ ആ വൃദ്ധന്റെ വാക്കുകളെ ദേവനന്ദയും അഖിലും ഒരു സാധാരണ വാക്കായി കരുതിയില്ല. അതിനാൽ അവർ പരസ്പരം ഒന്നിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഇരുവരും തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് തങ്ങളുടെ വീടുകളിൽ പറയാൻ തീരുമാനിച്ചത്. ദേവനന്ദ അഖിലിനെ പറ്റി അവളുടെ വീട്ടിലും അഖിൽ ദേവനന്ദയെ പറ്റി അവന്റെ വീട്ടിലും സംസാരിച്ചു. അപ്പോഴാണ് ഇരുവരും ആ സത്യം അറിയുന്നത്. ഇരുവരുടെയും വീട്ടുകാർക്ക് പരസ്പരം അറിയാമെന്ന്. അതായത് നമ്മുടെ അഖിൽ മറ്റാരുമല്ല, അത് നമ്മുടെ മനുവുമായി പണ്ട് വിവാഹമുറപ്പിച്ച പെൺകുട്ടിയുടെ മകനാണ്.
വിവാഹ ദിവസം ഒളിച്ചോടിപ്പോയ അതേ പെൺകുട്ടിയുടെ മകനാണ്. സത്യത്തിൽ അഖിൽ അവരുടെ മകനാണെന്നറിഞ്ഞപ്പോൾ തങ്കത്തിന് അവരുമായുള്ള ബന്ധത്തിന് വലിയ താല്പര്യം തോന്നിയില്ല. അഖിലിന്റെ അമ്മ പണ്ട് കാണിച്ച വിശ്വാസക്കേടുണ്ടാക്കിയ നീരസം തങ്കത്തിനെ വിട്ടുപോകാത്തത് കൊണ്ടാണ്. തങ്കമെടുത്ത തീരുമാനത്തെ എതിർക്കാൻ ബാലാമണിക്കും ധൈര്യമില്ലായിരുന്നു. ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയായിരുന്നു അഖിലിന്റെ വീട്ടിലും. മനുവിന്റെ മകളാണ് ദേവനന്ദ എന്നറിഞ്ഞപ്പോൾ അവന്റെ അമ്മയ്ക്കും അച്ഛനും അവരെ നേരിൽ കാണാൻ മടി തോന്നി. പണ്ട് തങ്ങൾ അവരോട് ചെയ്ത തെറ്റോർത്തിട്ടാണ്. അങ്ങനെ ഇരു വീട്ടുകാരും തങ്ങളുടെ ബന്ധത്തിൽ വലിയ താല്പര്യം കാണിക്കാതായപ്പോൾ ദേവനന്ദയും അഖിലും വിഷമത്തിലായി. ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്ര പരിസരം വഴി നടക്കുമ്പോഴാണ് അന്നത്തെ അപകടത്തിൽപ്പെട്ട അതേ വൃദ്ധനെ വീണ്ടും ഒരിക്കൽ കൂടി അഖിലും ദേവനന്ദയും കാണുന്നത്. ഇരുവരുടെയും മുഖത്തെ വിഷാദം ശ്രദ്ധിച്ച ആ വൃദ്ധൻ അവരോടപ്പോൾ വീണ്ടും പറയുന്നു, സ്നേഹം തെളിയിക്കാനായി കൂടുതലായി ഒന്നും ചെയ്യണ്ട, ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രം മതി. ഇന്ന് എതിർക്കുന്നവരാണ് നാളെ നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നത്. കാരണം സ്നേഹത്തെക്കാൾ വലിയ വാദമൊന്നും ഈ ലോകത്തില്ല എന്ന്. അതും പറഞ്ഞയാൾ നടന്നു പോകുന്നു. തങ്ങൾ പോലും അറിയാതെ തങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് ആ വൃദ്ധൻ വായിച്ചറിയുന്നത്, തങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ആ വൃദ്ധൻ തിരിച്ചറിയുന്നത് എന്നെല്ലാം അവർ അത്ഭുതപ്പെട്ടു. അങ്ങനെ ആ വൃദ്ധന്റെ വാക്കുകൾ ഏറ്റുപിടിച്ച് ഇരുവരും ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറായി. എന്നാൽ അന്ന് രാത്രിയിലാണ് ബാലാമണിക്ക് സ്വപ്നത്തിൽ ഗുരുവായൂരപ്പന്റെ ദർശനം കിട്ടുന്നത്. പണ്ടത്തെ ഗുരുവായൂരപ്പൻ വർഷങ്ങൾക്ക് ശേഷം ബാലാമണിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവളോട് ആവശ്യപ്പെട്ട കാര്യം ചെയ്യാതിരിക്കാൻ ബാലാമണിക്ക് പറ്റില്ലായിരുന്നു. ദേവനന്ദയെയും അഖിലിനെയും ഒന്നിപ്പിക്കണം എന്നതായിരുന്നു ആ ആവശ്യം. അങ്ങനെ പിറ്റേ ദിവസം അവൾ അമ്മ തങ്കത്തിനോടും മനുവിനോടും പറയുന്നു, അവരെ ഒന്നിപ്പിക്കണം. തന്നെയും മനുവേട്ടനെയും ഒന്നിപ്പിക്കാൻ മനസ്സ് കാണിച്ച പോലെ തന്നെ അവരെയും ഒന്നിപ്പിക്കണം. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ചാണ് ദേവനന്ദയും അഖിലും കണ്ടുമുട്ടിയത്. ഗുരുവായൂരപ്പൻ തന്നെയാണ് അവരെ ഒന്നിപ്പിച്ചത്. അവരെ നമ്മൾ പിരിക്കാൻ പാടില്ല എന്ന് ബാലാമണി അടിയുറപ്പിച്ചു പറഞ്ഞപ്പോൾ തങ്കത്തിനും മനുവിനും അത് നിഷേധിക്കാനായില്ല. അങ്ങനെ തങ്കവും മനുവും ബാലാമണിയും ചേർന്നാണ് മകൾക്ക് വേണ്ടി അഖിലിന്റെ വീട്ടിൽ പോയി സംസാരിക്കുന്നത്. അഖിലിന്റെ അമ്മയ്ക്ക് പണ്ടത്തെ കാര്യത്തിൽ കുറ്റബോധമുള്ളതിനാൽ അവരുമായി അടുക്കാൻ ആദ്യമൊന്നും മടിച്ചെങ്കിലും ഒരു തമാശ പോലെയാണ് ബാലാമണി പറഞ്ഞത്, അന്ന് നിങ്ങൾ ആ വിവാഹ തലേന്ന് ഒളിച്ചോടിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ മനുവേട്ടന്റെ കൂടെ ജീവിക്കുന്നതെന്ന്. അത് കേട്ട അഖിലിന്റെ അച്ഛനും അമ്മയും അറിയാതെയാണെങ്കിലും ചിരിച്ചുപോയി. അങ്ങനെ അവർക്കിടയിലെ കനം പിടുത്തമെല്ലാം അവസാനിച്ചു. ഇരു വീട്ടുകാരും ചേർന്ന് ദേവനന്ദയുടെയും അഖിലിന്റെയും വിവാഹം ഉറപ്പിച്ചു. നാളെയാണ് ദേവനന്ദയുടെയും അഖിലിന്റെയും വിവാഹം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം. വിവാഹ തലേന്നാണ് ദേവനന്ദ തന്റെ അമ്മ ബാലാമണിയോട് തന്റെയും അഖിലിന്റെയും ഇടയിൽ യാദൃശ്ചികമായി വന്ന ആ വൃദ്ധനെ പറ്റിയെല്ലാം തുറന്നു സംസാരിക്കുന്നത്. തങ്ങളെ ഒന്നിപ്പിക്കാനും സമാധാനിപ്പിക്കാനും എല്ലാം നിമിത്തമായ ആ മനുഷ്യനെ താൻ പിന്നീട് ഒരിക്കലും ആ ക്ഷേത്രത്തിൽ കണ്ടിട്ടേ ഇല്ലെന്ന കാര്യം കൂടി അവൾ പറയുന്നു. അയാളെ വിവാഹത്തിന് ക്ഷണിക്കാൻ പോലും പറ്റാത്തതിന് തനിക്ക് വിഷമമുണ്ടെന്നും ദേവനന്ദ പറയുന്നു. എല്ലാം കേട്ട ബാലാമണി ഉറപ്പിച്ചു പറഞ്ഞു, അത് ഗുരുവായൂരപ്പനാണെന്ന്. പണ്ട് തന്റെ മുൻപിലേക്ക് വന്ന അതേ ഗുരുവായൂരപ്പനാണ് അതെന്ന്. ദേവനന്ദയെയും അഖിലിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഗുരുവായൂരപ്പൻ ആ വൃദ്ധന്റെ വേഷത്തിൽ വന്നതെന്നും ബാലാമണി പറയുന്നു. ഇത് ദേവനന്ദ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബാലാമണി ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇന്ന് ദേവനന്ദയുടെയും അഖിലിന്റെയും വിവാഹമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം. വിവാഹത്തിന് എല്ലാവരുമുണ്ട്. ബാലാമണി, മനു, തങ്കം, ബാലൻ, ജാനകി, ഉണ്ണി, അശ്വതി, ഉണ്ണിയുടെ മകൻ അഖിൽ തുടങ്ങിയ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ദേവനന്ദയും അഖിലും വിവാഹിതരായി. അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുത് അവർ തിരികെ മടങ്ങുവാനായി കാറിൽ കയറി. കാർ എടുക്കും വഴിയാണ് ക്ഷേത്ര പരിസരത്തിൽ ചിരിച്ച മുഖവുമായി ദേവനന്ദ ആ വൃദ്ധന്റെ മുഖം വീണ്ടും കണ്ടത്. അയാൾ അപ്പോൾ അങ്ങ് ദൂരെ നിന്ന് അവരെ നോക്കി ചിരിക്കുകയായിരുന്നു. അയാളെ നേരിൽ കണ്ട സന്തോഷത്തിൽ ദേവനന്ദ അടുത്തിരിക്കുന്ന ബാലാമണിക്ക് അയാളെ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹമാണ് അമ്മേ, ഞങ്ങൾ ഒന്നിക്കാൻ കാരണക്കാരനായ ആ വൃദ്ധനെന്ന്. ബാലാമണി അപ്പോൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖം കണ്ട ബാലാമണി ഞെട്ടിപ്പോയി. ബാലാമണി അപ്പോൾ ആ കാറിൽ നിന്നിറങ്ങി അയാൾക്ക് നേരെ ധൃതിയിൽ നടന്നു. അയാളുടെ മുന്നിലെത്തിയ ബാലാമണിക്ക് അയാളുടെ മുഖം കണ്ട് കരച്ചിൽ വന്നു. അത് മറ്റാരുമല്ലായിരുന്നു, അത് നമ്മുടെ കുമ്പിടിയാണ്. അയാൾ ഇപ്പോൾ പടുവൃദ്ധനാണ്. വാർദ്ധക്യം അയാളെ വല്ലാതെ മാറ്റിയിരിക്കുന്നു. അയാൾ ഇപ്പോൾ പഴയതുപോലൊന്നുമല്ല. ശരിക്കും ഒരു ദൈവഭക്തനാണ്, കൃഷ്ണഭക്തൻ. കാലം അയാളെ അങ്ങനെ മാറ്റിയെടുത്തതാണ്. കുമ്പിടിയെ കണ്ട അവൾ സന്തോഷത്തോടെ അയാളോട് ചോദിച്ചു, തന്നെ മനസ്സിലായോ എന്ന്.
അവളെ താൻ ഒരിക്കലും മറക്കില്ല എന്നായിരുന്നു കുമ്പിടിയുടെ അപ്പോഴത്തെ മറുപടി. അങ്ങനെ അവർ കുറച്ചുനേരം സംസാരിച്ചു. അങ്ങോട്ട് വന്ന ദേവനന്ദയ്ക്കും അഖിലിനും ബാലാമണി കുമ്പിടിയെ പരിചയപ്പെടുത്തി കൊടുത്തു. കുമ്പിടി സന്തോഷത്തോടെ അഖിലിനെയും ദേവനന്ദയെയും അനുഗ്രഹിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുമ്പിടിയോട് യാത്രയും പറഞ്ഞ് തിരികെ കാറിൽ കയറുമ്പോൾ ദേവനന്ദയും അഖിലും ബാലാമണിയോട് തമാശ പോലെ പറഞ്ഞു, കുമ്പിടിയെ പോലും ഗുരുവായൂരപ്പനാണെന്ന് തെറ്റിദ്ധരിച്ച് ബാലാമണിയുടെ കഥ ഇനി ആരും അറിയേണ്ടെന്ന്. അപ്പോൾ അല്പം നിരാശയോടെ ബാലാമണി ക്ഷേത്ര പരിസരത്തേക്ക് നോക്കി. മുന്നോട്ടെടുക്കുന്ന കാറിലിരുന്ന് അവൾ ആ കാഴ്ച കണ്ടു. കുമ്പിടിയുടെ സ്ഥാനത്ത് അതാ തന്റെ പഴയ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ അവളെ നോക്കി കൈവീശുന്നു. പക്ഷേ അപ്പോൾ ആ കാഴ്ച അതവൾ മാത്രം കണ്ടുകൊള്ളൂ, അവൾ മാത്രം.